ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ കുറിച്ച് എനിക്ക് അധികമൊന്നുമില്ല. തീവ്രവാദ സംഘടന ആണോ? തീവ്രവാദ സംഘടനയാണോ എന്ന കാര്യത്തിലും എനിക്ക് നല്ല നിശ്ചയം പോരാ. കാരണം അവരുടേതായ നമസ്കാരം, നെടുമ്പാശ്ശേരിയിൽ നിന്നാണ്. ഇസ്രായേൽ പാലസ്തീൻ ഹമാസ് യുദ്ധത്തെക്കുറിച്ച് നമുക്ക് നെടുമ്പാശ്ശേരിക്കാരോട് തന്നെ ചോദിക്കാം. എന്താണ് അവസ്ഥ എന്ന്, അതായത് തീവ്രവാദം നമുക്ക് ആവശ്യമുണ്ടോ, ഒരു യുദ്ധം ആവശ്യമുണ്ടോ, യുദ്ധം ഇന്നത്തെ പുതുതലമുറകൾക്കൊക്കെ ആവശ്യമുണ്ടോ, നാശത്തിലേക്കുള്ള പോക്കാണോ എന്നൊക്കെ നമുക്ക് നെടുമ്പാശ്ശേരിയിലെ സാധാരണക്കാരായ ഓട്ടോക്കാരോട് ചോദിക്കാം. അവരുടെ അഭിപ്രായം എന്താണെന്നറിയാം. ഈ സ്ഥലം എന്ന് പറയും. ഈ സ്ഥലം നെടുമ്പാശ്ശേരി എയർപോർട്ട് സ്റ്റാൻഡ് എന്ന് പറയും. എയർപോർട്ടിന്റെ മെയിൻ ഗേറ്റിന് തൊട്ട് മുമ്പുള്ള സ്റ്റാൻഡാണിത്. ഇവിടെ എത്ര നാളായി ഓട്ടോ ഓടിക്കുന്നത്? ഇവിടെ ഓട്ടോ ഓടിക്കുന്നത് 15 വർഷത്തോളായി. ഇസ്രായേല് പാലസ്തീൻ യുദ്ധം നടക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? എല്ലാ യുദ്ധവും നിർഭാഗ്യമാണ്. എങ്കിൽ പോലും ശാന്തമായിരുന്ന ഒരു കടിഞ്ഞിൽ കൂടിലേക്ക് ഒരു കല്ല് ഹമാസ് വലിച്ചെറിഞ്ഞ പോലെയായി ഈ യുദ്ധം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെടാൻ കാരണം. ന്യായവും അനീതിയൊക്കെ എവിടെയും കിടക്കട്ടെ, എങ്കിലും തൽക്കാലത്തേക്കെങ്കിലും ശാന്തമായി പോവുകയായിരുന്നു. അപ്പോൾ ഒരു പ്രകോപനം സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടായില്ല. സാധാരണ യുദ്ധങ്ങളിൽ കാണുന്ന മര്യാദകളോ മനുഷ്യാവകാശ സംരക്ഷണമോ ഒന്നും ഈ യുദ്ധത്തിൽ നമ്മൾ കാണുന്നില്ല. ഈ യുദ്ധത്തിൻ്റെ അന്ത്യം ഏറെക്കുറെ പത്രമാധ്യമങ്ങളും ചാനലുകളുമെല്ലാം പ്രവചിച്ചു കഴിഞ്ഞു. അതായത് ഹമാസിനെ തുടച്ചു മാറ്റുമെന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അത് എത്രത്തോളം സാധ്യമാവും എന്നറിയില്ല. എങ്കിൽ പോലും ഈ യുദ്ധം ഇസ്രായേലിന് ജയിച്ചേ പറ്റൂ. അവരുടെ ഒരു പ്രസ്റ്റേജ് ഇഷ്യൂ ആയി അവർ മാറ്റിയിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാ ഭരണ പ്രതിപക്ഷ കക്ഷികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ യുദ്ധത്തെ നേരിടുകയാണ്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ 300ഓളം പാർട്ടികളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഭരണകക്ഷിയായ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരേ ഈർക്കിളി പാർട്ടികൾ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് രംഗത്ത് വരുന്നത് വലിയ പ്രസക്തമുള്ള കാര്യമല്ല. പ്രധാനമന്ത്രി ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? പ്രധാനമന്ത്രി ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചതിനോട് ഇന്ത്യയുടെ സമീപകാല ചരിത്രം പരിശോധിക്കുമ്പോൾ അതിനോട് യോജിക്കേണ്ടിയിരിക്കുന്നു. ഈ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയാണോ? അതിനെക്കുറിച്ച് വല്ല അറിയാമോ? ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ കുറിച്ച് എനിക്ക് അധികമൊന്നുമില്ല. തീവ്രവാദ സംഘടന ആണോ? തീവ്രവാദ സംഘടനയാണോ എന്ന കാര്യത്തിലും എനിക്ക് നല്ല നിശ്ചയം പോരാ. കാരണം അവരുടേതായ അന്യായങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പലരും പറയും അത് തീവ്രവാദ സംഘടനയാണ്. അവർ പറയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയാണ്, ഞങ്ങൾ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാണെന്നൊക്കെ പറയും. ഇത് രണ്ട് ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ സത്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ശരിക്കും കാശ്മീരിൽ സംഭവിക്കുന്ന കൂട്ടാണോ ശരിക്കും ഇസ്രായേലിലും അവസ്ഥ അത് തന്നെയാണോ? അത് രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന സംഭവങ്ങളാണ്. അത് എന്താ, കാശ്മീരിൽ തീവ്രവാദം നടക്കുന്നുണ്ട് എന്നുള്ള തെളിവുകളുണ്ട്. അവിടെ അതും തീവ്രവാദമല്ലേ? രണ്ടും തീവ്രവാദമല്ലേ? കാശ്മീരിൽ നടക്കുന്ന തീവ്രവാദത്തിനേക്കാളൊക്കെ വലിയൊരു വിസ്ഫോടനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഹമാസല്ലേ ഇസ്രായേലിൽ കയറി ആക്രമിച്ചത്. അതൊരു ശരിയായ നടപടിയല്ലല്ലോ. അപ്പൊ ഹമാസ് തുടങ്ങി വെച്ചു. അപ്പൊ അതെ, ഹമാസ് തുടങ്ങി വെച്ചു. ഇസ്രായേൽ അത് കണക്കിന് തീർത്തുകൊണ്ടിരിക്കുന്നു. തീവ്രവാദത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഭൂലോകത്ത് തീവ്രവാദം ആവശ്യമുണ്ടോ? തീവ്രവാദം ഈ രാജ്യത്ത് ആവശ്യമില്ലാത്ത സംഭവമാണ്. ഇവിടെ മതം പറഞ്ഞ് ജീവിക്കണ കുറെ പേരുണ്ട്. അവരല്ലേ ഈ തീവ്രവാദത്തിന് ഒക്കെ കാരണക്കാര്? അത് തീർച്ചയായിട്ടും മതത്തിന്റെ പേരിൽ ഉണ്ട്. ഈ രാഷ്ട്രീയക്കാര് മതങ്ങളെ ഉപയോഗിക്കുന്നു. അതിൽ പലരും തീവ്രവാദികളെ ഉപയോഗിക്കുന്നുണ്ട്. മതത്തിന്റെ പേരിൽ നടക്കുന്ന സംഭവമാണ്. നമ്മുടെ ഭാരതം ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ? ഇസ്രായേലും ഭാരതവും തമ്മിൽ എന്നും ഒരേ രീതിയിലാണ് ജോയിന്റ് ചെയ്താ പോകുന്നത്. സുഹൃത്ത് രാജ്യമാണ്. അപ്പൊ സഹായിക്കേണ്ടത് ആവശ്യമാണ്. CPM ഹമാസിന് അനുകൂലമായിട്ടുള്ള അത് അവരെവിടെയും കാണുന്ന അങ്ങനല്ലേ. ഏത് ഇതിലുണ്ടെങ്കിലും അവർ ഈ ഹമാസെ പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്തിട്ട് അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ശരിക്കും ഇടതുപക്ഷത്തിന് ഈ വോട്ട് ബാങ്കിന് ഈ മതങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പൊ. അതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്യണത്? അതുമല്ല, രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ ആവശ്യമുണ്ടല്ലോ. അത് ഓരോരുത്തരും ഉപയോഗിക്കുന്നു. രാഷ്ട്രീയ കക്ഷികളൊക്കെ ഈ മതം വെച്ചിട്ടാണ് ഇത് ചെയ്യണോണ്ടാണ് ഈ രാഷ്ട്രീയം ഇവിടെ തീവ്രവാദം സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് അത് കൂടുതൽ വളരണത്. ശരിക്കും അത് അടിച്ചൊതുക്കുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ തന്നെ ആയാലും അതിനെ അടിച്ചൊതുക്കുകയാണെങ്കിൽ പിന്നെ അതുണ്ടാവില്ല. ഇവിടെ അതിന് ഒരു വിഭാഗം സപ്പോർട്ട് ചെയ്യും, മറ്റു വിഭാഗം എതിർക്കും, വേറെ വിഭാഗം സപ്പോർട്ട് ചെയ്യും. ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ഇവിടെ നമുക്ക് മതവും ഈ തീവ്രവാദവും ഒക്കെ ആവശ്യമുണ്ട്. ഇവിടെ സാധാരണക്കാരന് വല്ല ഗുണമുണ്ടോ അതിനെക്കൊണ്ട്? മതം അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചല്ല പോണത്. അവർ വിശ്വസിക്കുന്ന ആ രീതിയിൽ പോകുന്നു. അതിനൂടെ തീവ്രവാദം അവിടെ ആവശ്യമില്ലാത്തൊരു കാര്യം.
അത് നമ്മുടെ രാജ്യത്തിന് ആവശ്യമില്ലാത്ത സംഭവമാണ്. അതെന്തായാലും ഈ രാജ്യത്ത് ആരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അത് മനുഷ്യനെ കൊലക്കി കൊടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ് തീവ്രവാദം. തീവ്രവാദത്തിന്റെ ഒരു ഏരിയയാണ് ഇന്ത്യ എന്ന രാജ്യം. അപ്പൊ അതുകൊണ്ടാണ് ഇസ്രായേലിന് സപ്പോർട്ട് പ്രഖ്യാപിച്ചേക്കണേ. അതിനെ എതിർക്കുന്നവരോട് സാധാരണക്കാരൻ എന്ന രീതിയിൽ എന്താ പറയാനുള്ളത്? അവരെ എതിർക്കുന്നവരിത് മനസ്സിലാക്കണം. നാളെ ഇത് അവസ്ഥ നമ്മുടെ രാജ്യത്ത് വന്നാലും നമ്മളെയും സഹായിക്കാൻ ആളുകൾ വേണം. അപ്പോൾ അതിന് ശക്തമായ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കേണ്ടത് ആവശ്യമാണ് ഭാരതത്തിൻ്റെ. ഈ ഹമാസിന്റെ ഒക്കെ കൊടും ക്രൂരതകൾക്ക് മൂലം ലോകത്തിനെ പേടിപ്പിക്കാനുള്ള കൊടും ക്രൂരതകൾ നടത്തുമ്പോൾ അതിനെക്കുറിച്ച് കൊച്ചു കുട്ടികളെയും സ്ത്രീകളെയൊക്കെ അപമാനിക്കുകയൊക്കെ ചെയ്യണതിനെ കുറിച്ച് ഹമാസ് ചെയ്ത് തന്നെ ആ രാജ്യത്ത് അവരൊരു നല്ല ഏതോരോ ആഘോഷം കഴിഞ്ഞൊക്കെ വിശ്രമിക്കുന്ന സമയത്താണ് ആക്രമിക്കുന്നത്. അപ്പം മുൻകൂട്ടി അവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് തന്നെ ചതിയല്ലേ? ഒരു രാജ്യം ഒരു നിസ്സഹാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അവിടെ കയറി ആക്രമിക്കുക, അതൊക്കെ ശരിക്കും ഒരു രാജ്യത്തിന് യോജിച്ചതല്ല. ചങ്കൂറ്റുള്ളവർ നേരിട്ടൊന്ന് ഫൈറ്റ് ചെയ്യണം. താങ്കൾ ഓട്ടോക്കാരനാണോ? അതെല്ലോ. എത്ര നാളായി ഇവിടെ ഓട്ടോ ഓടിക്കുന്നത്? 10-22 വർഷമായി. ടിവിയിലും ന്യൂസിലൊക്കെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തെ കുറിച്ച് കാണാറുണ്ടോ? മനുഷ്യ സഹജമായ ഒരു വില കൽപ്പിക്കാത്ത രാജ്യങ്ങളായിട്ട് ഞാൻ അവരെ കാണുന്നുള്ളൂ. ആരാ? ഇസ്രായേലും ഗാസയായാലും. കാരണം അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു യുദ്ധം തുടരാനുള്ള ബോംബിംഗ് ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ അവരെ തിരിച്ചടിക്കുമ്പോ എനിക്ക് വേദനിച്ചാൽ ഞാൻ തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുരുന്ന് മക്കളെയൊക്കെ കൊല്ലാന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. പക്ഷെ ഇസ്രായേലിന് ശക്തി ഉണ്ടെന്ന് വെച്ചാൽ ഗാസയ്ക്ക് ഇല്ലാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നതും ശരിയല്ല. അതായത് ഈ യുദ്ധം തുടങ്ങി വെച്ചത് ഹമാസ് അല്ലേ? ഹമാസാണല്ലോ തുടങ്ങി വെച്ചെന്ന് വെച്ചാൽ ഇത് അവർക്ക് വിട്ടുകൊടുത്ത രാജ്യം തിരിച്ചു പിടിക്കാൻ അവർ നിൽക്കേണ്ട ആവശ്യം ഇവർക്കൂല്ലല്ലോ. ഈ തീവ്രവാദം ഭൂമി ലോകത്തുനിന്ന് ഇല്ലാണ്ടാവണം എന്ന ആഗ്രഹമുണ്ടോ? ഇല്ലാണ്ടാവണമെന്നുണ്ടെങ്കിൽ മനുഷ്യരും മനുഷ്യരായിട്ട് ജീവിക്കാൻ പഠിക്കണം. രാഷ്ട്രങ്ങള് അധികാരികളുടെ കൊതി കൊണ്ടാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മതങ്ങൾ വേണം എന്ന് വല്ല ആഗ്രഹമുണ്ടോ? മതം ഉണ്ടായാലും ഇല്ലെങ്കിലും മനുഷ്യനല്ലാണ്ടാവോ? ഇവിടെ മതം വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ വേറെ ഒന്നും നടക്കണില്ല. മതം വെച്ച് മുതലെടുപ്പ് നടത്തുന്ന ആൾക്കാരുള്ളൂ. ഇവിടെ സാധാരണക്കാരന് ഈ മതം വെച്ചിട്ട് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. മതത്തിൽ വെച്ച് ചത്താലും നമ്മളെ മണ്ണിൽ കൊണ്ടല്ല കുഴിച്ചിടണം. അല്ലാതെ പള്ളിയിലോ പട്ടക്കാരനോ അല്ലെങ്കിൽ എവിടെയായാലും കൊണ്ടുപോയി കുഴിച്ചിടുന്ന സ്ഥലമുണ്ട്, ശ്മശാനങ്ങളും ഉണ്ട്. പള്ളി വേണമെന്നില്ല, പട്ടക്കാരന്മാരും വേണമെന്നില്ല, ആരും വേണമെന്നില്ല. അപ്പൊ ഈ മതം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. രാഷ്ട്രീയക്കാരേ ഉള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു യുദ്ധത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? യുദ്ധം ആവശ്യമില്ല, അനാവശ്യമായ യുദ്ധമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇസ്രായേല് യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെട്ടതല്ലേ? തീർച്ചയായിട്ടും. ഇസ്രായേലിനെ അനുകൂലിക്കുന്നുണ്ടോ? ഇസ്രായേലിനെ അനുകൂലിക്കുന്നുണ്ട്. ഭാരതം ഇസ്രായേലിന്റെ കൂടെയാണ്. അപ്പൊ താങ്കളോ ആരുടെ കൂടെ മാനസികമായിട്ട്? മാനസികമായിട്ട് ഇന്ത്യ ഇസ്രായേലിന്റെ കൂടെ ഇതല്ല, മനുഷ്യ ഒരു ഇത് നോക്കിയിട്ട് ഇസ്രായേലിന്റെ കൂടെ. നല്ല മനുഷ്യരല്ല ഇസ്രായേലിന്റെ കൂടെയാണ്. തീർച്ചയായിട്ടും. ഇവിടെ മതവും തീവ്രവാദവും ഒക്കെ ആവശ്യമുണ്ടോ നമ്മുടെ ഇന്ത്യയിൽ? ആവശ്യമില്ല. ഇന്ത്യയിൽ ആവശ്യമില്ല. ഇന്ത്യയിലല്ല, ലോകത്ത് ഒരു രാജ്യത്തും ആവശ്യമില്ല. യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ അത് കൂടുതൽ നാശനഷ്ടങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ആർക്കും ഇല്ല. കുറേ ആയുധങ്ങൾ ചെലവാക്കാൻ വേണ്ടി വേറെ ചില രാജ്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അത്ര തന്നെ. ഈ തീവ്രവാദം ഈ ലോകത്ത് ആവശ്യമുണ്ടോ? ആവശ്യം ഒരിക്കലും ഇല്ല. ഈ മതം വെച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരൊക്കെ നമ്മളൊക്കെ ഉണ്ടോ ഇവിടെ? അത് ശരിയല്ല. ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. ശരിയല്ല. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ നരകവും സ്വർഗവും അതെല്ലാം വേറെ ഉണ്ടോ? അതൊക്കെ ഭൂമിയിൽ തന്നെയാണോ? അത് ചിലർ പറയുന്നു ഭൂമിയിലാണ്, ചിലർ പറയുന്നു മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്നു എന്ന് പറയുന്നു. ഈ 72 ഹൂറികളെ കിട്ടും മരിച്ച എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ അംഗീകരിക്കുന്നുണ്ടോ? അത് ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നില്ല. ഇല്ല, ഭൂമിയിലാണ് മറ്റു കാര്യങ്ങളെല്ലാം. വേറൊരു ജീവിതം ഒന്നുമില്ല. ഇല്ല, ഇത് ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അപ്പൊ തീവ്രവാദത്തെ വെറുക്കുകയാണ് മാനസികമായിട്ട്. തീർച്ചയായിട്ടും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ അതിനെ വെറുക്കും.